വെരി റിച്ച് പേഴ്സൺ. ഡോക്ടർ ആയുധം വെച്ച് കീഴടങ്ങി. പഠിക്കാത്ത ആളുകളോട് വെറുതെ സംസാരിച്ചിന്റെ സമയം കളയുന്നത്. അശോകിന് റെസ്റ്റ് പ്രഷർ തരണ്ട. ഹലോ, ഗുഡ് മോർണിംഗ്. കുറെ കാലായി എല്ലാരും ചോദിക്കലടങ്ങി ഇനി ഷോർട്സ് സ്വീകരിക്കുന്നതല്ല എവിടെയാണെന്നൊക്കെ. അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് അല്ലേ? മിക്സി ഇന്ന് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്ന എന്തിനറിയോ? റിപ്പയർ ജോബാണ്. മിത്തക്കുട്ടിക്ക് ഇന്ന് സ്കൂള് എന്തോ വിമൺ ക്ലബ്ബോ എന്തോ ഉണ്ട്. അപ്പൊ അതിനെ കൊണ്ടാക്കിയിട്ട് വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പരിപാടികൾ. മിക്സി കേടുവന്നു കണ്ടിട്ട് ജാറിന്റെ ഈ സാധനം പോയി. അപ്പൊ അത് റെഡിയാക്കണം. പിന്നെന്താ, മറ്റേ ബാക്കിൽ ചെയർ ഇരിക്കുന്നുണ്ട്. ചെയർ പൊട്ടി. ചെയർ റെഡിയാക്കണം. ഇല്ലേ, അടിപൊളി. അപ്പൊ ഇന്ന് അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബാങ്ക് പോകണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങി ഇനി ഉച്ചയ്ക്കിലോ ഫുഡ് ഉണ്ടാക്കണം. മീനോ ചിക്കനോ കിട്ടുമെന്ന് ഓർഡർ ചെയ്യണം. ഓൺലൈനിൽ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോൾ ഞങ്ങൾ പുറത്തല്ലേ, അപ്പോൾ എങ്ങാനും വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആളില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ നേരെ അത് കഴിഞ്ഞിട്ട് ഫിഷ് മാർക്കറ്റിലേക്കാണ് പോയത് കേട്ടോ. ഓൾറെഡി ലേറ്റ് ആയ കാരണം ഒരുവിധം ഫിഷൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ച് സ്ഥലത്തൊക്കെ നല്ല തിരക്കുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ഓൺലൈനിലാണ് വാങ്ങാറ്. മാർക്കറ്റിൽ പോലും വളരെ കുറവാണ് കേട്ടോ. പക്ഷേ ഇവിടെ എല്ലായിടത്തും ക്ലീൻ ചെയ്ത് കിട്ടും. അതാണ് എനിക്കൊരു വലിയ ആശ്വാസം. കാരണം എനിക്ക് ക്ലീൻ ചെയ്യാന്നുള്ളത് കുറച്ച് പണിയാണ്. ഇതാകുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ നല്ല അടിപൊളി മത്തി ആൻഡ് കിളിമീൻ. ഇന്ന് ഞാൻ പൊളിക്കും. ചേട്ടാ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. യുവർ ഫേവറേറ്റ് കുഞ്ഞമ്മത്തി. കൊറേ കാലായില്ലേ. കുഞ്ഞമ്മത്തി ഞാൻ വെക്കാന്ന് വിചാരിച്ചു. കിളിമീൻ വറക്കാന്ന് വിചാരിച്ചു. കുഞ്ഞമ്മത്തി വറുത്താ നല്ല ടേസ്റ്റ് അല്ലേ. പക്ഷെ തൽക്കാലം നമ്മുടെ ഓൺലി അത്രേ ഉള്ളൂ. ഡീപ് ഫ്രൈ ഒക്കെ നമ്മൾ നിർത്തി. പിന്നെ മാത്രമല്ല എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാ. പക്ഷെ ഈ മത്തിക്കൊന്നും ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അത് നോക്കിയതാ, എനിക്ക് ആ ടേസ്റ്റ് ഫീൽ ചെയ്തില്ല. ചിക്കൻ സൂപ്പറാ അല്ലേ. ഇന്നലെ ഞാൻ ചിക്കൻ ഫ്രൈ അല്ലല്ല, ചിക്കൻ അടിപൊളിയാണ്. കാരണം ഇങ്ങനെ ജ്യൂസി ആയിട്ട് വരും. ഫിഷ് പോരാ. ഫിഷ് നല്ല നെയ്യുള്ള മീൻ വേണം. അതായത് സുറുമ അങ്ങനത്തെ അല്ലേ, അങ്ങനത്തെ അതിങ്ങനെ ഉണക്കമീൻ പോലെ ആവും. അതുകൊണ്ട് ചെറിയ മീൻ ഞാൻ ഒരിക്കലും എയർ ഫ്രയർ പ്രിഫർ ചെയ്യില്ല. അത് ഭയങ്കര ഹാർഡാവാ, ടേസ്റ്റ് ഇല്ല. അത് കുറച്ച് എണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്യാണ് നല്ലത്. പക്ഷെ നല്ല നെയ്യുള്ള മീനൊക്കെ സൂപ്പർ ജ്യൂസി ടേസ്റ്റ് ആയിരിക്കും. പക്ക എയർ ഫ്രയർ ആണ് അടിപൊളി. കുറച്ച് വെജിറ്റബിൾസും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയി. ഇന്ന് ഈ പറഞ്ഞ പോലെ വീക്കെൻഡ് ആയതുകൊണ്ട് കുറച്ച് തിരക്കാണ്. പിന്നെ ഈ ഒരു സംഭവം ഞാൻ കണ്ടു. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് പറയണേ. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെയാണ് ഞാൻ തൽക്കാലത്തേക്ക് വാങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ്. അപ്പം 4 പീസ് കിളിമീൻ ജസ്റ്റ് വറക്കാൻ വേണ്ടി മാത്രം. ബാക്കി ഒരു 1/2 കിലോ കുഞ്ഞമ്മത്തി. അടിപൊളിയല്ല, ഇത് വറക്കണം. പക്ഷെ ഇത് നമ്മുടെ ഉള്ളി മുളക് അരച്ച് വെച്ചാലും സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഞാനിന്ന് ഉള്ളി മുളക് അരച്ച് വെക്കാൻ പോകണം. നമ്മുടെ നാടൻ കറി, അമ്മയുടെ സ്പെഷ്യൽ കറി. സ്പെഷ്യലല്ല, നമ്മുടെ നാട്ടിലെല്ലാവരും അങ്ങനെ ഉള്ളി മുളക് അരച്ചിട്ട് തന്നെയാണ് വെക്കാറ്. അപ്പം അതാണ് ഈ ഒരു മത്തിക്ക് ടേസ്റ്റ്. അപ്പം ഇതും ഫ്രൈയും ഒരു ഉപ്പേരിയും ആണ് ചോറ്. അപ്പോൾ നമുക്ക് വേഗം ഫുഡ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി മുളക് അരച്ച മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ചെറിയ ഉള്ളി നല്ലോണം വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഏരിയയിലൊക്കെ ഈ പറഞ്ഞ പോലെ ചെറിയ മീനുകളായിട്ട് ഈ ഉള്ളി മുളക് അരച്ചിട്ടാണ് അധികം വെക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തേങ്ങ അരച്ചിട്ടും വെക്കും. പക്ഷേ ഇതിനൊരു വല്ലാത്ത ടേസ്റ്റാണ്. കിളിമീൻ വല്ലാത്ത ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് എന്നതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. മട്ട റൈസ്. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഫിഷിന് ഫ്രൈനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടെ ആയിട്ട് നല്ല ജ്യൂസി ആവാൻ എയർ ഫ്രയറിലാണല്ലോ. അപ്പോൾ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ സമയം നോക്കി 1:03 ഇന്നിപ്പോൾ ഏത് നേരത്ത് ഫുഡ് കഴിക്കും എന്നുള്ളത് അറിയില്ല. വീക്കെൻഡ് എപ്പോഴും അങ്ങനെയാണ്. എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവും. അങ്ങനെ ഇതാ ഫിഷ് നമ്മൾ ഓൾറെഡി പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പേരിക്ക് രംഷേട്ടനോട് അരിഞ്ഞു തരാൻ പറഞ്ഞു. രണ്ടുപേരും കൂടെ ചെയ്യുമ്പോൾ പെട്ടെന്ന് 1 മണി ആയാലും നമുക്ക് പെട്ടെന്ന് പരിപാടികൾ തീർക്കണമെങ്കിൽ രണ്ടുപേരും കൂടെ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലേ. അപ്പോൾ ഞാനിവിടെ ഉള്ളിയും മുളകും കൂടെ അരയ്ക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പറ്റുച്ച ഷോർട്സ് ആയിട്ട് ഇടാം. നമ്മുടെ നാട്ടിലൊക്കെ ഞാനത് എപ്പോഴും പറയാറുള്ളതാണ്, ഈ കുടംപുളി എന്നുള്ള സംഭവം ഒട്ടും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബൊക്കെ നോക്കി തുടങ്ങിയതിൻ്റെ ശേഷമാണ് ഈ കോട്ടയം സ്റ്റൈലും കുടംപുളിയൊക്കെ ഇട്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെന്നും ഇങ്ങനത്തെ പ്രത്യേകിച്ച് അമ്മയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും ഉള്ളി മുളക് അരച്ചിട്ടാണ് കേട്ടോ വെക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. എൻ്റെ കസിൻ്റെ ആരോ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ സമയത്ത് പറഞ്ഞതാണ് അത്രേ. അതിന് ഉള്ളി സംബന്ധിയിൽ മീൻകറി ഇട്ട് അതെങ്ങനെ മീനിട്ട് അതെങ്ങനെ മീൻകറി ആവുക. അതായത് ഉള്ളി മുളക് അരച്ച ഓൾമോസ്റ്റ് ഉള്ളി സംബന്ധി പോലെയല്ലേ, പക്ഷെ അല്ല,
ട്രൈ ചെയ്ത് നോക്കൂ. നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചെറിയ മീനുകൾ, വലിയ മീനൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല, പക്ഷെ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഇങ്ങനെ വെക്കുമ്പോഴൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, വേറെ ലെവലാണ് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. നല്ല പണ്ട് സ്കൂള് വിട്ട് വരുമ്പോ നാട്ടിലുണ്ടാവണ വീടുകളിലെ മണം വരില്ലേ, ഉള്ളി മുളക് അരച്ച് വെച്ച. രംഷേട്ടൻ്റെ അവിടെ ഉള്ളി മുളക് അരച്ച് വെക്കില്ല, നാളികേരം മാത്രം ചേർക്കുള്ളൂ. നാളികേരം ഇടാത്തൊരു പരിപാടി ഇല്ല അവിടെ, കാരണം രംഷേട്ടനൊക്കെ അതാ ഇഷ്ടം. പക്ഷെ എനിക്ക് ഈ കറിയാണ് എന്റെ നല്ല പൊന്നാനി സ്റ്റൈൽ. അത് എയർ ഫ്രയർ ചെയ്യാൻ വെച്ചിരിക്കാം, ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ. കഴിഞ്ഞില്ലേ, ഞാൻ നിർത്തട്ടെ. എന്ത് സൗണ്ട് ആയോ? 5 മിനിറ്റ് ആയോ? ആ, അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. കിളിമീനായിട്ട് കുഴപ്പമുണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഫിഷ് ഫ്രൈ. അതില് ഇങ്ങനെ എന്ത് ചെയ്യുമ്പോഴും മ്യൂസിക് ഇടാൻ നല്ല ഇഷ്ടമാണ്. ഞാൻ ചോറ് ബാക്കി വന്ന ചോറ് വേറൊരു പാത്രത്തേക്ക് കൊട്ടുമ്പോഴും ഞാൻ അങ്ങനെ കയ്യിൽ ഇങ്ങനെ കൊട്ടുമ്പോ പകുതി ചോറ് എപ്പോഴാ സൗണ്ട് ഞാനൊന്ന് പറയാം അത് ഏതാണ് സൗണ്ട്. ഞാൻ അങ്ങനെ ചെയ്യും. ഒരു സൗണ്ട് നമ്മളിങ്ങനെ ഞാൻ മിത്തുനോടെ ചോദിക്കാം, മിത്തു ഇത് കറക്റ്റ് പറയും ഏതാണ് ആ സൗണ്ട്. ഇത് ഏതാ സൗണ്ട്? അതാണ് ഏറ്റവും ഈസി ആയിട്ട് പറയാൻ പറ്റുന്നത്. മെഗ്ഡിയുടെ ചില്ലി ഫ്ലേക്സും ഒരഗാനൊക്കെ എടുത്ത് വെച്ച് എങ്ങനെ ഒരു ഗുണമുണ്ട്. പെട്ടെന്ന് ചില്ലി ഫ്ലേക്സ് കാണാനില്ല, സമയല്ലേ കുട്ടി എല്ലാത്തിനും. അടുക്കളയില് സുപ്പുള്ള സമയത്ത് നമ്മൾ അടുത്തൊന്നും കത്തിയും പോക്കും എന്തൊക്കെ നമ്മളെ മേത്ത് കൂടെ കേറിപ്പോന്ന് മനസ്സിലാവും. പിടിച്ച് ചെയ്യണതിന്റെ ഇടയിൽ ഞാൻ എന്താ ഇപ്പൊ ഹെൽപ്പ് ചെയ്യേണ്ടത്? കഴിച്ച് ഹെൽപ്പ് ചെയ്താൽ മതി. കുറെ പേരൊക്കെ അത് അതിനാണ് ഞാൻ രംഷേട്ടനോട് പറഞ്ഞു. കുറെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡയറ്റ് പടിപൊളിയായി പോകണ്ടല്ലോ. ഇപ്പൊ നമ്മള് സക്സസ്ഫുള്ളി അയ്യോടോ എന്റെ പോണ്ടെങ്കിൽ കുറച്ച് മെലിഞ്ഞില്ലേ, എനിക്ക് തന്നെ അറിയണ്ടെങ്കിൽ മെലിഞ്ഞു. ഡയറ്റിന്റെ അർത്ഥം മെലിയാന്നുള്ളതാ. അല്ല, നല്ല ഹെൽത്തി ഫുഡായി. അപ്പൊ കുറെ പേര് ചോദിച്ചാൽ എന്തൊക്കെയാ രംഷേട്ടൻ തടിക്കാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത്? തടിക്കാന്ന് വേണ്ടിട്ടല്ല, തടിക്കാൻ തന്നെയാണ്, പക്ഷെ തടിക്കണില്ല. എന്ത് സന്തോഷം. അപ്പൊ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഡോക്ടർ തന്ന ഫുഡുകൾ എന്ന്. ഡയറ്റീഷ്യൻ തന്ന ഫുഡുകൾ എന്നാണ്. അപ്പോ അതെ, ഡോക്ടർ അദ്ദേഹം അവര് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ, ഹെയർ സ്കിന്ന് ഒക്കെ. ഡെർമറ്റോളജിസ്റ്റ് ആണോ കം ഡയറ്റീഷ്യൻ കോഴ്സ് കഴിഞ്ഞതോ അങ്ങനെ എന്തൊക്കെയാണ്. അല്ല എന്തായാലും അവര് തരുന്നതല്ല, നമ്മള് ചെയ്യുന്നതാണ് മെയിൻ. അവരൊരു പേപ്പറിൽ കുറെ തരും, പക്ഷെ അത് നമ്മൾ ഫോളോ ചെയ്യണ്ടോ എന്നുള്ളതാണ്. പക്ഷെ രംഷേട്ടന്റെ കാര്യം ഞാൻ പറയാം, രംഷേട്ടന് ഭക്ഷണം കൂടുതലാണ്. അതായത് 6 or 7 നേരമായിട്ടാണ് കഴിക്കുന്നത്. ഓരോരുത്തരെ ഭാഗ്യം. അതായത് നോർമൽ മെയിൻ ഫുഡൊക്കെ നമ്മുടെ ഫുഡ്, അതിനിടയിൽ അല്ലെ കുറെ എക്സ്ട്രാ പ്രോട്ടീൻ, എക്സ്ട്രാ ഷേക്കുകൾ, എക്സ്ട്രാ അത് ഇത് മറ്റേത് മറിച്ചത്, അങ്ങനെ കുറെ സംഭവങ്ങൾ കഴിക്കണം. കാരണം ഇത് വർക്ക്ഔട്ടും ചെയ്യണ്ടല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഡോക്ടർ പറയണ പോലെ അങ്ങനെ കംപ്ലീറ്റ് നമ്മള് ഫോളോ ചെയ്യില്ല. ഇപ്പൊ ഇന്നിപ്പോ ചോറ്, മീന്, പ്രോട്ടീൻ വേണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. 3 മെയിൻ സെപ്പറേറ്റ് സംഭവങ്ങൾ. അപ്പൊ നിനക്ക് നിന്റെ ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മുടെ മീൻകറി ഇത്രയേ ഉള്ളൂ, ബാക്കി ആയിട്ട് കുറുകിയിട്ട് ഞാൻ കാണിച്ചു തരാം. പയറുപ്പേരി എല്ലാവർക്കും അറിയണതല്ലേ. പിന്നെ മീൻ വറക്കാണ്ട്, ആ മീൻ വറക്കാൻ ഞാൻ ഇപ്പൊ വെക്കും. ചിലപ്പോ എയർ ഫ്രയറിന്റെ സൗണ്ട് കേൾക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ എന്താ പറഞ്ഞറിയാം, 3 കാര്യങ്ങൾ മെയിനായിട്ട്. ഫസ്റ്റ്, നമ്മൾ ഏറ്റവും മോശം ഭക്ഷണ രീതി ഫോളോ ചെയ്യണത് നിർത്തുക. സെക്കൻഡ്, നമ്മുടെ ഭക്ഷണ രീതികളിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റുക എന്നുള്ളതിനായിട്ട് ട്രൈ ചെയ്യുക. മൂന്നാമത്തേത് എക്സാക്ട്ലി ഈ ഡയറ്റീഷ്യൻ പറയുന്ന പോലുള്ള ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക. അതിൽ ആദ്യത്തെ ഘട്ടം ഞാൻ വിജയിച്ചു. നോ ഷുഗർ, നോ ഓയിൽ, നോ ഫ്രൈ. ലെസ് ഓയിൽ, വെരി ലെസ്. ഈ മറ്റേ പ്രോട്ടീൻ ഇങ്ങനത്തെ ഫുഡുകളൊക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ലെവലിലേക്ക് വേണമെങ്കിൽ പോവാം. അതായത് ഓൺലി അങ്ങനത്തെ മാത്രം ഫുഡ്, ചോറ് തൊടാൻ പാടില്ല. ബഡ്ജറ്റ് വൈസ് ബഡ്ജറ്റ് ഭയങ്കര കോസ്റ്റ്. ആദ്യത്തെ ഒരാഴ്ച ഡയറ്റീഷ്യൻ കൊടുത്ത രീതിയിൽ തന്നെ പോയി. 2ാമത്തെ ആഴ്ച ഇപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ഈ പോക്ക് വഴിക്ക് കുടുംബം തറവാടാവും എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ ആക്ച്വലി അതിന്റെ ആവശ്യമില്ല. അവര് പറഞ്ഞത് എന്താ വെച്ചാ നല്ലോണം, അതിപ്പോ അവരെന്നല്ല, നിങ്ങൾക്ക് ഇൻസ്റ്റൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം,
കാർബ്സ് കുറയ്ക്കുക, പ്രോട്ടീൻ്റെ കണ്ടന്റ് കൂട്ടുക. അതായത് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നോൺ വെജ് കഴിക്കുന്നവർക്കാണ് നല്ലത്. കാരണം വെജിറ്റേറിയൻസിന് അത്രയും പ്രോട്ടീൻ കിട്ടണമെങ്കിൽ നല്ല പണിയാണ് അല്ലേ. അത്രയും പ്രോട്ടീൻ കഴിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ പ്രോട്ടീൻ കിട്ടാൻ. രംഷേട്ടന് പിന്നെ കുഴപ്പമില്ല, രാവിലെ മുട്ട, ഉച്ചയ്ക്ക് ചിക്കൻ, വൈകുന്നേരം ഫിഷ്, പിന്നെ മുട്ട, പിന്നെ ചിക്കൻ, പിന്നെ ഇതിനിടയിൽ കിൻവ, ബ്രൊക്കോളി, പിന്നെ ബദാം, വാൾനട്ട്, ചന, പിന്നെ സ്മൂത്തി, ബട്ടർ മിൽക്ക്. എത്ര നേരം? 8 നേരം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനായിട്ട് ജീവിക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിന്നെ സ്പൈനാച്ച് അല്ലേ, സ്പൈനാച്ച് അത് മറ്റേ സോർട്ട് ചെയ്തത്, ക്യാരറ്റ് സോർട്ട് ചെയ്തത്, പിന്നെ ആപ്പിള്, ഇങ്ങനെ പിന്നെ മൾട്ടിഗ്രെയിൻ. ഈ സാധനങ്ങളൊക്കെ തന്നെയാണ് ഞാനും കഴിക്കുന്നത്. പക്ഷെ ഇതെല്ലാം ഞാൻ വളരെ കുറച്ച് ചുരുക്കി ആണ് കഴിക്കുന്നത്. രവിശേട്ടൻ എന്താ വെച്ചാ പക്ഷെ ഇത്രയും 8 നേരം ഭക്ഷണം കഴിക്കണമെങ്കിലും ഈ 8 നേരം നല്ല ഭക്ഷണമാണ്. മറ്റേ നമ്മളെ ഈ 8 നേരം അല്ലെങ്കിലും നമ്മൾ കഴിക്കും. എങ്ങനെ? 2 ഗ്ലാസ് പായസം, 4 ഗ്ലാസ് ചായ, അല്ലെങ്കിൽ കുറെ കുഴക്കട്ട, ഈവനിങ്ങിലെ സ്നാക്ക്, ഇതൊന്നുമില്ല. ആ കറക്റ്റ് സമയം മുഴുവനെ ആൽമണ്ട്സ്, ചന, സ്മൂത്തി എല്ലാം നല്ല സാധനങ്ങളാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാറ്റ് ഉണ്ടാവില്ല, പിന്നെ കൊളസ്ട്രോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതിരിക്കാനുള്ള ഡയറ്റാണ് കൊടുത്തിട്ടുള്ളത്. മെയിൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ വെയിറ്റ് ലോസ് ആണെങ്കിലും ഡോക്ടർ തന്നെ പറഞ്ഞു അല്ലേ, പ്രോട്ടീൻ 3 നേരം പ്രോട്ടീൻ എടുക്കുക. അത് നല്ലോണം മുട്ടയും ചിക്കനും ഫിഷും കഴിക്കുന്നവരാണെങ്കിൽ, അതാണ് ഇപ്പം ഞാൻ മത്തി ആയാലും ഡെയിലി കഴിക്കാൻ, വെച്ച് കഴിക്കുക, ഫ്രൈ ആകുമ്പോൾ എയർ ഫ്രയറിൽ കഴിക്കുക. പിന്നെ ചോറിന് പകരം കീൻവ കഴിക്കാം. ചോറാണെങ്കിൽ മട്ട റൈസേ കഴിക്കാൻ പാടുള്ളൂ. അത് വളരെ അളവ് കുറച്ചിട്ട് ബാക്കി ഉപ്പേരി, അതായത് വെജിറ്റബിൾസ് നിറയെ കൂട്ടാൻ, ഉപ്പേരിയൊക്കെ നിറയെ അല്ലേ. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പോണത്. അതല്ലാതെ എന്നും ബ്രോക്കലി, എന്നും പനീർ, അതൊന്നും നടക്കില്ല. കാരണം അത് കുറച്ച് അവക്കാഡോ, അതൊക്കെ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളല്ലേ. പക്ഷെ അല്ല, പുറമേക്ക് അത് എക്സ്പെൻസീവ് അല്ല. അതല്ലേ അവരത് എന്നും കഴിക്കുന്നത്. അവിടെ ഉള്ളവരോട് നമ്മുടെ നാടൻ ചെറിയ ഉള്ളിലേക്ക് വാങ്ങിച്ചു കഴിക്കാൻ പറയും, അവര് കഴിക്കില്ല. അപ്പൊ അതാണ് വ്യത്യാസം. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ട് വലിയ കുഴപ്പമില്ല. ഇപ്പൊ ഞാനും സക്സസ്ഫുള്ളി എത്ര ദിവസമായി, 14-15 ദിവസമായി ഞാനും സക്സസ്ഫുള്ളി ഡയറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ പക്ഷെ ഷുഗർ പറഞ്ഞാൽ രാവിലെ ചായ കുടിക്കും, 1 സ്പൂൺ ഷുഗർ. അതാണ് എന്റെ ഷുഗർ. ഇപ്പൊ വേറെ ഒന്നും ഞാൻ വൈകിട്ട് ഞാൻ 1 സ്പൂൺ ഇല്ല, വൈകിട്ട് ഞാൻ ഗ്രീൻ ടീ രാവിലെ മാത്രം 1 സ്പൂൺ ഷുഗർ ഇടാൻ. പിന്നെ അത്ര എനിക്ക് എന്റെ ഹാപ്പി ഹോർമോൺസിനും കൂടെ ഹാപ്പി ആക്കി. അതാണ് കഴിഞ്ഞ ദിവസം എന്താ ഒരു എക്സ്ക്യൂസ് ഇല്ല. ഞാൻ ആരോട് വാക്ക് കൊടുത്തിട്ടില്ല മറ്റേ ഞാൻ നോ ഷുഗർ ഡയറ്റ് ചെയ്യാന്നൊന്നും. എന്നോട് പറയണേ എന്റെ ഹാപ്പി ഹോർമോൺ വളരെ ലോ ആവുന്നല്ല. സാറ്റിസ്ഫൈ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഹാപ്പി ഹോർമോണിനെ പറ്റി കേൾക്കണം. അങ്ങനെ ഒരു ഹോർമോണൊന്നുമില്ല. അല്ല ഞാൻ പറയാ, പെട്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറയണെന്താ, നമുക്ക് കുറെ മനുഷ്യന്മാരല്ലേ നമ്മള്, നമുക്ക് കുറച്ച് ഇതൊക്കെ വല്ലാതെ നമ്മള് സ്ട്രിക്റ്റഡ് ആയിട്ട് ചെയ്യരുത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. രംഷേട്ടന്റെ ഓഫീസിലേക്കുള്ള ടിഫിൻ പാക്ക് ചെയ്തിട്ട് എനിക്ക് വേറെ ഒന്നൊരു സമയം കിട്ടുന്നില്ല. ആ ടിഫിൻ ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. ഇത്ര ഉണ്ട്. ഓഫീസിലുള്ളവർ വിചാരിക്കണ്ടോ ഇയാള് എന്തിനാ ഓഫീസിലേക്ക് വരുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ചപ്പാത്തിയും ബാജിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടിഫിൻ. എന്താ 8 ദിവസമായിട്ട് എന്റെ വെയിറ്റ് ഒരേ ലെവല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഇതൊക്കെ ഡോക്ടർ ആയുധം വെച്ച് കീഴടങ്ങി. അത് കഴിക്കുമ്പോ തടി കൂടാൻ നമുക്ക് കുറയ്ക്കണം. ഡോക്ടർ ആദ്യം പറഞ്ഞു ഇത് കഴിക്കൂ, ഇത് കഴിച്ചിട്ട് തടി കൂടുകയൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഒന്ന് കുറയ്ക്കാന്ന്. ആ സൂചി അങ്ങോട്ടോ ആ ഭക്ഷണത്തിനെ അപമാനിക്കുന്ന പോലെയാണ് ആ സൂചി നിൽക്കുന്നത്. കാരണം ഞാനൊക്കെ ആ ഭക്ഷണം 15 ദിവസം കണ്ടിട്ട് 2 കിലോ കൂടി. രക്ഷയുടെ അത് കഴിച്ചിട്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കാതെ നിക്കണേ. അതെ, അനുഗ്രഹിച്ച് നടക്കട്ടെ. അതിന്റെ ചെറിയൊരു അംശം അടുത്ത ജന്മത്തിൽ എനിക്ക് കിട്ടണേ, എന്നിട്ട് വേണമെങ്കിൽ തിന്ന് മരിക്കാൻ. രമേശേട്ടൻ ഇപ്പൊ ഈ കഴിച്ച പോലെ 15 ദിവസം ഞാൻ കഴിച്ച ഞാൻ 100 kg ആയിരുന്നു. കാരണം നിങ്ങൾക്ക് അറിയില്ല, ഞാൻ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. ഞാൻ വീട്ടിലെ പണിയും ചെയ്യുന്നുണ്ട്, രാവിലെ വൈകിട്ട് ജിമ്മിലും പോകുന്നുണ്ട്, എന്നിട്ടുള്ള അവസ്ഥയാണ്. പക്ഷെ ഞാനൊരു 4 കിലോ കുറഞ്ഞു. എന്നാലും ഞാൻ പറയാം, ആ ഒരു ഡിഫറൻസ് ആണ് ഞാൻ പറയണത്. 4 കിലോ കുറഞ്ഞിരിക്കണു. 4 കിലോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുണ്ടാവും എന്നെ കാണുമ്പോ. എന്റെ മുഖക്ക് ഫേസ് ഒക്കെ ഒട്ടി. അല്ലെങ്കിൽ ഞാൻ എന്തിനെ തടിക്കാത്ത ആളുകളോട് വെറുതെ സംസാരിച്ച് എന്റെ സമയം കളയല്. ഞാനതൊക്കെ നോക്കി വെള്ളം അത്ര തന്നെ മാറ്റി വെച്ചിട്ടില്ല. അറിയില്ല. അയ്യോ, ഞാൻ ഈ വർത്തമാനം പറഞ്ഞിട്ടേ ഒരു കാര്യം പറഞ്ഞു. എന്താ അറിയോ, ഫിഷ് ഫ്രൈ ചെയ്തിട്ടില്ല.
ഫിഷ് ഫ്രൈ ചെയ്യാൻ ഞാൻ റോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. റോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫിഷ് ഫ്രൈ വെരി റിച്ച് പേഴ്സൺ. എന്താ അപ്പൊ ഞാൻ എന്താ ഇതിന്റെ ഇടയിൽ ഡ്രസ്സ് മാറ്റി വന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. വേറെ ഒന്നല്ല, കുറച്ച് പാഴ്സലുകൾ ഇങ്ങനെ വന്ന് അതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കിയത് ഇപ്പോഴാണ് കേട്ടോ. ഓരോരോ പാഴ്സലുകളായിട്ട് നമുക്ക് കുറച്ച് ദിവസമായിട്ട് വന്ന പാഴ്സലൊക്കെ പൊട്ടിച്ച് നോക്കി ഡ്രസ്സൊക്കെ ഇടാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയപ്പോൾ അതിലൊരു ഡ്രസ്സ് എടുത്തിട്ടപ്പോൾ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ നീ തന്നെ ഇട്ടിട്ടുണ്ട്. കാരണം കുക്കിങ്ങും ബാക്കി പരിപാടികളൊക്കെ ആകുമ്പോൾ പിന്നെ വേറെ ഡ്രസ്സും പഴയതാണല്ലോ നമ്മൾ സാധാരണ ഇടുക. അപ്പം എൻ്റെ കയ്യിൽ ഇതാ കുറച്ച് കിടിലൻ ഡ്രസ്സുകൾ, അതിലൊന്നാണ് ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. കണ്ടോ, എല്ലാം ആമസോണിൽ നിന്നാണ്. എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സോ ഇതാണ് ഫസ്റ്റ് വൺ. എനിക്ക് എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കളേഴ്സിലൊക്കെ അധികം ഭയങ്കര ഡാർക്ക് കളർ. അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു ചന്ദന കളർ അല്ലേ, ചന്ദന കളർ നല്ല രസമുള്ളൊരു കളറാണ്. അപ്പോൾ പണ്ടൊക്കെ എനിക്ക് മാച്ച് ചെയ്യില്ല എന്നാണ് വിചാരിച്ചത്. ഇപ്പം പിന്നെ ഞാൻ ഏത് കളറായാലും ഇടും എന്നുള്ളൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ല ഫ്ലോറൽ വർക്കൊക്കെ ആയിട്ട് രണ്ട് സൈഡും സ്ലിറ്റിൻ്റെ രണ്ട് സൈഡും ഫ്ലോറൽ, പിന്നെ ഇവിടെ ആയിട്ട് ടേസിൽസും അതുപോലെ ചെറിയൊരു എന്താ പറയുക ഗോൾഡൻ ബീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്ലീവ്സിൻ്റെ അവിടെയും ഈ ഒരു ഫ്ലോറൽ വർക്ക് ഉണ്ട്. ഇതൊരു റെഡ് പാൻറ്റിൻ്റെ കൂടെ ഒക്കെ നമുക്ക് പെയർ ചെയ്യാം. നല്ല വാച്ചിൻ്റെ അടുത്തതെന്ന് പറയുന്നത് ഒരു നേവി ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലേതാ ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് കഴുത്തിൻ്റെ ഭാഗത്ത് മാത്രം ഒരു ഫ്ലോറൽ വർക്ക് വരുന്നുണ്ട്. അത് എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. അതേപോലെ സ്ലീവ്സിൻ്റെ അറ്റത്തും വരുന്നുണ്ട്. പിന്നെ ഈ സ്ലിറ്റിൻ്റെ അവിടെയും വരുന്നുണ്ട് ചെറിയ രീതിയിലുള്ള എംബ്രോയിഡറി. വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇതൊരു എലഗൻറ്റ് ക്ലാസി ലുക്കാണ്. അതായത് ഓഫീസ് വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് കേട്ടോ. ഇതും അതെ, ഓഫീസ് അല്ലെങ്കിൽ കോളേജ് ഡെയിലി വെയർ ഒക്കെ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇങ്ങനത്തെ കുർത്തികൾ എൻ്റെ കയ്യിൽ ഒരുപാടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ കളർ ഇൻഡിഗോ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഒരു ഓഫീസ് ലുക്ക്, ഒരു ക്ലാസി ലുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എല്ലാം കോട്ടൺ ആണ്, അടിപൊളി കോട്ടൺ ആണ്. എല്ലാം 3/4 സ്ലീവ്സും അതുപോലെ സ്ലിറ്റ് ഉള്ളതും ഒക്കെയാണ് കുർത്തി. അടുത്തത് ബിബയുടെ ആണ് കേട്ടോ. ഇതും നല്ല ഭംഗിയുള്ള ഒരു ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു എലഗൻറ്റ് ക്ലാസി സംഭവം, സിമ്പിളാണ്. ബിബയുടെ ഒരു സൂപ്പർ കംഫർട്ടബിൾ കുർത്തി. കുറച്ച് ബ്രാൻഡിൻ്റെ വാങ്ങുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് അധികകാലം നിൽക്കും. അടുത്തതും ബിബയുടെ ആണ്. എനിക്ക് ഈ കളറ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതാണ്. ഒരു കോളർ നെക്കൊക്കെ വരുന്ന ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു കളർ കേട്ടോ. ഇതും ഓഫീസ് കോളേജിലേക്കൊക്കെ ഇടാം. ഓഫീസ് ലുക്കിലേക്ക് വരുന്ന ഒരു ക്ലാസ് എലഗൻറ്റ് ആണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു വീനെക്ക് ആയിട്ടുള്ള രണ്ട് സൈഡും സ്ലിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എന്ത് ഷെയ്ഡ് എന്നാ പറയുക, അതൊരു പേസ്റ്റൽ ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു അതുകൊണ്ട് ഫെസ്റ്റിവലൊക്കെ ഞാൻ പറഞ്ഞ ഓൾമോസ്റ്റ് എൻ്റെ ആയി. ഫെസ്റ്റിവലൊക്കെ ഇനി ഓഗസ്റ്റ് മുതലാണ് ഞാൻ എപ്പോഴും ഫെസ്റ്റിവൽ എടുക്കാറ്. ഞാൻ പറഞ്ഞ പോലെ ചില ബ്രാൻഡിന് അവർ കവർ തരുമ്പോൾ ഈ കവറിൽ തന്നെ എടുത്ത് ബാഗ് സൂക്ഷിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ച ബാഗിൻ്റെ കവർ ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഇങ്ങനത്തെ ഒരു ക്യൂട്ട് ബാഗ്, ഒരു ലക്ഷറി ഫീൽ തരുന്ന ഒരു ബാഗ് വേണം. എൻ്റെ കയ്യിൽ ഒരുപാട് സ്ലിംഗ് ബാഗ് ഉണ്ട്, പക്ഷെ എല്ലാം നോർമൽ ടൈപ്പ് ബാഗ്സ് ആണ്. അങ്ങനത്തെ നോർമൽ സ്ലിംഗ് ബാഗ്. പിന്നെ ഉള്ളതൊക്കെ നല്ല ഒരു ലക്ഷറി ഫീൽ ഉള്ളതൊക്കെ വലിയ ബാഗ്. അതല്ലാതെ ഒരു ചെറിയ ബാഗ് നമുക്ക് കൊണ്ടുപോകാൻ ഒരു ആഗ്രഹം വരില്ലേ അല്ലേ, കൈ പിടിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഒരു സ്റ്റൈലിഷ് ലുക്കിലൊക്കെ നടക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചു ലക്ഷറി ബ്രാൻഡിന് അത്ര പൈസ കൊടുത്ത് വല്ലാത്ത ലക്ഷറി എന്നാവണ്ട, പക്ഷെ എന്നാൽ നമ്മുടെ റേഞ്ചിൽ ഒതുങ്ങുക. എന്നാൽ കിടിലനാട്ടെ. ഇവരുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നിങ്ങൾ നോക്കി നോക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താണ് നമ്മുടെ പരിപാടി? അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത അമ്മേ അങ്ങനെ. അയ്യോ സമയത്ര അറിയോ? 3:50. എന്ത് സാറ്റർഡേ സമയം കഴിഞ്ഞു. ഭക്ഷണം കഴിച്ച് ഞാൻ കുറേ പാത്രം ഡിഷ് വാഷറിലിട്ടു. അത്രയ്ക്കത്രേ പാത്രം കഴുകാനുണ്ട്. ആക്ച്വലി ഇപ്പം തോന്നുക ഡിഷ് വാഷർ കുറച്ച് വലുത് വാങ്ങായിരുന്നു. മിത്തുക്കുട്ടി അത് അവിടെ ഇരുന്ന് പഠിക്കണോ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അശോകിന് അവിടെ റെസ്റ്റ്. ഇനിയിപ്പോൾ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കണം. എന്നാലും ഇന്ന് നല്ല സാറ്റിസ്ഫൈഡ് ആയി. ഭക്ഷണം കഴിച്ചിട്ടല്ല. ആകെ സാറ്റർഡേ സൺഡേ മാത്രമേ ചോറ് വയ്ക്കുള്ളൂ. ബാക്കിയുള്ള ദിവസം ഇതുപോലെ തന്നെയാണ് വീക്ക് ഡേയ്സും പോകുന്നത്, ഓടി പോകുന്നൊരു സമാധാനം. വീക്ക് ഡേയ്സ് ഇതുപോലെ നല്ല റോക്കറ്റ് വീക്ക് ഡേയ്സ്. ഞാൻ ആലോചിക്കും, ഞാൻ രാവിലെ എണീറ്റ് ഇവര് രണ്ടുപേരും സ്കൂളിലും ഓഫീസിലും പോയി ഉടനെ ഞാൻ ജിമ്മിന് പോയി ഇറങ്ങി കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും സമയം 1:30 ഉണ്ടാവും. അപ്പോഴേക്കും ഭക്ഷണം കഴിച്ച് മിത്തുവിനെ എടുക്കാറ്. ഞാൻ ചോദിച്ചു ഇതെന്താ അത്? പിന്നെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും രാത്രി 11 മണി. അതായത് ഒന്ന് ഇരിക്കാൻ സമയമില്ലല്ലോ. അങ്ങനെ തന്നെ ആവട്ടെ, പക്ഷെ എന്നാലും കുറച്ച് ഓവറല്ലേ ടൈമില്ലാത്തത് എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് ഇരിക്കാൻ തോന്നുക. ഈ സൈഡിലെ സൂര്യൻ പെട്ടെന്ന് കറങ്ങാൻ തോന്നുന്നു. അല്ല, സൂര്യൻ നല്ല സംശയമുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേരും ഒന്ന് ഇരുന്ന് സംസാരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ബിസി ആയിരുന്നു. ഇതിനിടയിൽ മിത്തു വേണമെങ്കിൽ എന്തൊക്കെയോ ഇത് കാണിക്കുന്നുണ്ട്. മിത്തുവിൻ്റെ എക്സാമും 9th ഫെബ്രുവരിയിൽ എക്സാം തുടങ്ങും. മാർച്ചിൽ
9th മാർച്ചിലാണോ ഏപ്രിൽ 1-ാം തീയതി ആണോ 9th തുടങ്ങാന്ന് എനിക്കറിയില്ല. മിത്തുവിനല്ല ടെൻഷൻ. അല്ല അത് നമ്മൾ മിത്തുൻ്റെ കാര്യത്തിൽ വളരെ ക്ലിയർ ആണ്. നമ്മളങ്ങനെ ഇപ്പോൾ ഒരു സാധാരണ നമ്മൾ അത്ര വലിയ മാർക്ക് സംഭവങ്ങളൊക്കെ വേണം അങ്ങനെയുള്ള വേറെ എന്തെങ്കിലും പാരന്റ്സ് ഒന്നും അല്ല, അതൊന്നുമില്ല. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിനക്ക് അറിയാവുന്ന സ്കില്ല് ആർട്സ് ആണ്. നന്നായിട്ട് ചിത്രം വരയ്ക്കും. ഞാൻ സത്യം പറയും, എന്താവശ്യത്തിന് വെറുതെ കോർപ്പറേറ്റിലോ അല്ലെങ്കിൽ ഇത്ര കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എടുത്ത് ടെൻഷൻ അടിച്ച് പഠിക്കണം. നിങ്ങളുടെ അടുത്തൊരു സ്കില്ലുണ്ട്, നിനക്ക് നന്നായി ചിത്രം വരയ്ക്കാൻ അറിയാം. അതിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ആ ഫീൽഡിലേക്ക് എന്തിലേക്കും പോകാൻ, എന്നിട്ട് ആസ്വദിച്ച് ജീവിക്കും ലൈഫ്. ഞാൻ പറഞ്ഞു സുഖമായിട്ട് ചിത്രം വരയ്ക്കുക. എനിക്കും അത് കുഴപ്പമില്ല, ആസ്വദിച്ച് ജീവിക്കുക. എന്തായാലും എനിക്ക് 10ാം ക്ലാസ്സിൽ മാർക്ക് വേണം. ആ കാര്യത്തിൽ ഞാൻ എന്തോ മാർക്കല്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്കിങ്ങനെ തോന്നുന്നു ഇത്രയും കാലം നന്നായി പഠിച്ചിരുന്ന ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരും കൂടി മാർക്ക് ലിസ്റ്റ് നമ്മൾ കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ശരിക്കും കാണാൻ പറ്റും സക്സസ്ഫുൾ ആയ എല്ലാവരും മാർക്ക് ലിസ്റ്റ് ഭയങ്കര വലുതാവുമോ? അല്ലല്ലോ. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യണം. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നമുക്ക് രാവിലെ ഡ്രസ്സ് ചെയ്തിട്ട് ഓഫീസിൽ പോകാൻ നമ്മൾ ചില ദിവസം തോന്നില്ലേ എന്തിനാ പോണത്, മടി അല്ലെങ്കിൽ വയ്യ, എന്തിനാ ഈ ജോലി ചെയ്യണത്, അങ്ങനെ ഒരിക്കലും തോന്നാത്ത വിധത്തിലുള്ള ജോലി ലൈഫിൽ മൊത്തം ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചാൽ എന്തൊരു സന്തോഷമാണ് നമുക്ക് ഇഷ്ടമുള്ളത്. ഞാൻ നീ നന്നായി ചിത്രം വരയ്ക്കുമോ, നീ ചിത്രം വരച്ച് നടക്ക്. പക്ഷെ ചിത്രം വരയ്ക്കുകയാണെങ്കിലും മിനിമം ഒരു +2 വരെയുള്ള ഒരു ക്വാളിഫിക്കേഷനും അതിൻ്റെ ഒരു മാർക്കും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ 7ാം ക്ലാസ് വരെ നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോയി. 8ാം ക്ലാസ്സിലേക്ക് പെട്ടെന്ന് ICSE പെട്ടെന്നല്ല 7ാം ക്ലാസ് വരെ ICSE തന്നെയായിരുന്നു. പക്ഷേ 8ാം ക്ലാസ് ആയപ്പോഴേക്കും എക്സാമിൻ്റെ പേപ്പർ ചെക്ക് ചെയ്യുന്ന പാറ്റേൺ ഒക്കെ കംപ്ലീറ്റ് ആ ബോർഡിൻ്റെ സ്ട്രിക്റ്റും റൂൾസൊക്കെ വന്നപ്പോൾ ചെറിയ പടി വാളിത്തുണ്ടോ എന്തൊരു സംശയം തോന്നി. വേൾഡിൽ ഇനി മുതൽ സ്കിൽ ആരൊക്കെ എടുത്താണുള്ളത് ആ ലെവലിലാണ് ഇതിങ്ങനെ രാവിലെ മുതൽ ഇരുന്ന് പറയുമ്പോ ഈ കുട്ടി ഇതാണ് കേൾക്കണത്. അപ്പൊ ആ കുട്ടിക്ക് മനസ്സിലായി ഇതിപ്പോ പഠിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. ഇത്രയും കാലം ഞാൻ കണ്ണുരുട്ടി പേടിപ്പിച്ച് സ്ട്രിക്റ്റ് ആക്കി ഫുൾ മാർക്ക് വാങ്ങിപ്പിച്ചിരുന്നിരുന്ന ഒരു കുട്ടി ഇപ്പൊ പപ്പ പറഞ്ഞിട്ടുണ്ട് നീ സ്കില്ലിൽ ചെയ്താൽ മതി, മാർക്കൊന്നും വേണ്ടെന്ന് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി എവിടെ നിന്ന് പഠിക്കും? ടോപ്പ് ക്വാളിഫൈഡ് ആയിട്ട് എഡ്യൂക്കേഷൻ ആയിട്ട് ഒരു ജോലി ചെയ്തിരുന്ന ആളുടെ സീറ്റിലേക്ക് അടുത്ത ജനറേഷനിൽ വരുന്നത് AI റിലേറ്റഡ് മെഷീൻസും AI റിലേറ്റഡ് പ്രോഗ്രാംസും വന്നാൽ ജോലി പോവും. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ അടുത്തുള്ള സ്കില്ല് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ സ്കിൽ ലെവലിലുള്ള ഇനിയൊക്കെ അങ്ങനെയാണ്. നമുക്ക് എന്താണ് ഒരു സ്കില്ലുള്ളത്, ഇപ്പോൾ സ്വപ്പുവിന് യൂട്യൂബിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു സ്കില്ലാണെന്നുണ്ടെങ്കിൽ ആ സ്കില്ല് എന്നുള്ളത് അങ്ങനെ പോട്ടെ, അത് നല്ലൊരു സംഭവമല്ലേ. എന്തിനാണ് പിന്നെ ടീച്ചറായ തന്നെ ജോലിയുള്ളൂ അല്ലെങ്കിൽ ഓഫീസിൽ ജോലി, എന്താണോ നിങ്ങളുടെ സ്കില്ല് അതിനനുസരിച്ച് ജോലി ചെയ്യുക. എന്നിട്ട് അതിൽ മെച്ചപ്പെട്ട ഇമ്പ്രൂവൈസ് ചെയ്യാൻ നോക്കുക. അതായത് ഇപ്പോൾ ഒരു ആർട്ട് ടീച്ചർ മുതൽ ഒരു ആർട്ട് ടീച്ചറാവാം. ഇനിയിപ്പോൾ അതല്ല, അവിടുന്ന് മുന്നോട്ട് പോകണം, ഡിസൈനിങ് ഫീൽഡ് പഠിക്കാം, എന്തൊക്കെ ഉണ്ട് ഓപ്ഷൻസ് അറിയോ. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഡിസൈനിങ്ങിൽ സ്കോപ്പ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ആർട്ട് ഭയങ്കരമായിട്ടുണ്ട്. ആ സ്കില്ലിനെ എല്ലാവർക്കും കിട്ടില്ലല്ലോ. സോ അതുകൊണ്ട് ഞാനൊരിക്കലും ഫോഴ്സ് ചെയ്യാറില്ല. ഇത്ര മാർക്ക് വേണം 10th എന്ത് പെർസെൻറ്റേജ് കിട്ടിയാലും ആയം ഓക്കെ. അതുകൊണ്ട് എനിക്ക് മാർക്ക് വേണം എന്ന് ഞാൻ പറയണു. പക്ഷെ എന്ന് വെച്ച് ഉപദ്രവിക്കുകയോ മാർക്ക് കുറഞ്ഞ ചീത്ത പറയാ അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷെ ഞാനിങ്ങനെ കെഞ്ചും, മാർക്ക് വാങ്ങും മിത്തു, എൻ്റെ ഒരു ആഗ്രഹമാണ് മിത്തു എന്ന് പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രഷർ കൊടുക്കുക, മിത്തു പ്രഷർ തരണ്ട. അവളാ പറഞ്ഞതിൽ തന്നെ ഒരു പ്രഷർ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പറഞ്ഞ പോലെ ഭയങ്കര വലിയ ഇതാവളതൊന്നും ആഗ്രഹമില്ലാത്തത് എന്തെങ്കിലുമൊക്കെ ആയാൽ മതി. സ്കില്ലുണ്ടെന്ന് അറിയാം, പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ സ്കില്ല് നല്ലോണം കൂടെ അറിഞ്ഞോട്ടെ എന്നുള്ളൊരു ഇതാണ്. നന്നായി പഠിക്കാൻ കഴിവുള്ള കുട്ടി പഠിക്കാതിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറയും, ചില കുട്ടികളുടെ മാർക്ക് പറയുമ്പോൾ ഞാൻ പറയും അത് പാവർക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്നോട് മറ്റുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അമ്മ പറയും അവര് പാവങ്ങളല്ലേ, അവർക്ക് അതിനുള്ള ബുദ്ധി ഉണ്ടാവില്ല. എനിക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അമ്മ എന്താ പറയുക? അപ്പം ഞാൻ പറയും ഞാൻ നിന്നെ 1ാം ക്ലാസ് മുതൽ കാണുന്നതാണ്, എനിക്കറിയാം നിനക്ക് ബുദ്ധി ഉണ്ടോ ബുദ്ധിയില്ലേ, നീ പഠിക്കാതിരുന്ന് മാർക്ക് വാങ്ങാത്തതും പഠിക്കാൻ അത്ര കഴിവില്ലാത്തൊരു കുട്ടിയെ നമ്മൾ അങ്ങനെ ചെയ്യണതും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നൊക്കെ ഞാനിങ്ങനെ പറയും. അപ്പോൾ അധികമൊന്നുമില്ല, അധികം മാർക്കൊന്നും എനിക്ക് വേണ്ട. പക്ഷെ നമുക്കൊരു മിനിമം ഇന്നത്തെ കാലത്ത്, പണ്ടത്തെ കാലമല്ലല്ലോ, ഇന്നത്തെ കാലത്ത് ഒരു മിനിമം മാർക്ക് വേണ്ടേ. ഒരു +1 +2 അഡ്മിഷൻ കിട്ടണമെങ്കിൽ അതിന് വേണ്ടിയിട്ട്, അല്ലാതെ ഞാൻ സ്കില്ലുണ്ട് പറഞ്ഞിട്ട് മിനിമം ക്വാളിഫിക്കേഷൻ നമുക്ക് വേണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഊത്തിത്തള്ളൽ ആ ഒരു ടീൻസിലേക്ക് കടന്നിട്ടുള്ള ചെറിയൊരു മാറ്റങ്ങളൊക്കെ എനിക്ക് തോന്നുന്നില്ലേ. നമ്മൾ പാരൻസ് അവരെ നിർബന്ധിക്കാതെ അവർക്ക് ലയബിലിറ്റി കൊടുക്കാതെ
അവരെ ഒരു കാര്യത്തിലും ഫോഴ്സ് ചെയ്യാതെ വിടുകയാണെന്ന് വെച്ചാൽ അവർ മിറാക്കിൾസ് ആവും അവർ കൊണ്ടുവരും. ഒരു ഭയങ്കര വണ്ടേഴ്സ് ഉണ്ടാക്കും. അവരുടെ ജീവിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി. അപ്പൊ നമുക്കൊന്ന് പുറത്തിറങ്ങാം. സാറ്റർഡേ ഒക്കെ പുറം ലോകം കണ്ട് കുറച്ച്. അല്ല, അവളോട് 2 ആഴ്ച കഴിഞ്ഞാൽ എക്സാം ആണ്. ഈ ആഴ്ച കണ്ടത് 3 സിനിമയാണ്. ഞങ്ങളും അങ്ങനെയാണ്. ഫ്രൈഡേ എന്നാൽ നമുക്കൊരു സിനിമ കണ്ടാലോ, സാറ്റർഡേ എന്നാൽ നമുക്കൊരു സിനിമ കണ്ടാലോ എന്ന് പറഞ്ഞ് അവസാനം കുട്ടി സിനിമാ ഫീൽഡിലേക്ക് പോകേണ്ടി വരുമോ എന്നാണ് എൻ്റെ ഒരു സിനിമ ടിക്കറ്റ് മുറിച്ചു കൊടുക്കേണ്ടി വരും തിയേറ്ററിൽ. അല്ല, അപ്പൊ നമ്മളും പാരന്റ്സും റെസ്പോൺസിബിൾ ആണല്ലോ കാര്യങ്ങൾക്ക്. നമ്മൾ ഫുൾ അടിച്ചു പോളി കുട്ടിയുടെ ക്ലാസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഏപ്രിൽ മുതൽ ഒരു പിടുത്തം പിടിക്കാനുണ്ട്. ഏപ്രിൽ മുതലേ ഉള്ളൂ? അല്ല, ഏപ്രിൽ 1-ാം തീയതി ആ സ്കൂള് 9th തുടങ്ങാതെ മാർച്ചിലാണോ എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അപ്പൊ അതില് എന്തായാലും പിന്നെ ഞങ്ങൾ വിചാരിച്ചു 8ാം ക്ലാസ് പോട്ടെ, 8ാം ക്ലാസ് വരെയല്ലേ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. 9th 10th പിന്നെ 11th 12th പിന്നെ ശീലമായിക്കോളും എന്ന് പറഞ്ഞ പോലെ ഭയങ്കര സ്ട്രിക്റ്റ് അവരുടെ ലൈഫ് അങ്ങനെ ആയിരിക്കും. അപ്പോൾ കൊല്ലം കൂടെ ഞങ്ങളിങ്ങനെ സാരല്ലേ പോട്ടെ, കുഴപ്പമില്ല, എക്സാം അല്ലേ, അത് ഇന്ന് വരും നാളെ പോവും എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ഈ വർഷം മുഴുവൻ. ഈ വർഷം എന്താന്ന് പോലും അവൾ അറിഞ്ഞിട്ടില്ല. ക്ലാസ് ആണെങ്കിലും ഇങ്ങനെ ഓരോരോ പരിപാടികളും, ഹൗസ് വാമിങ്ങും അതും ഇതും എല്ലാവരും വരലും ട്രിപ്പും ടൂറും പരിപാടികളായിരുന്നു. പക്ഷെ 9th 10th അതൊട്ടും പാടില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് അല്ലേ. ഒരു 2 കൊല്ലം നമ്മളവർക്കൊരു ടൈം കൊടുക്കണം പഠിക്കാൻ. അല്ലെങ്കിൽ അവരും വിചാരിക്കും ഓ നല്ല രസമുള്ള ലൈഫാണല്ലോ, കുഴപ്പമില്ലല്ലോ, പഠിച്ചില്ലെങ്കിലും അമ്മയുടെ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങാലോ എന്നുള്ളത്. അപ്പൊ നമ്മളൊക്കെ ഈ പ്രായത്തിലേ രമേശേട്ടന് ഓർമ്മല്ലേ തമാശക്ക് പോലും ടൈം ട്രാവൽ ഇഷ്ടമല്ല. ഞാൻ പറയുന്ന ടൈം ട്രാവൽ നല്ല രസമല്ലേ. രമേശേട്ടൻ എനിക്ക് ടൈം ട്രാവൽ വേണ്ട, എനിക്ക് ഈ സമയമാണ് ഏറ്റവും ഇഷ്ടം. അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു രമേശേട്ടന്റെ. അപ്പൊ അതുകൊണ്ട് രമേശേട്ടൻ പറയാം രമേശേട്ടൻ തന്നെ എപ്പോഴും പറയും, മിത്തു നിന്റെയൊക്കെ ഭാഗ്യം, നിന്നോടൊന്നും ആരും പഠിക്കുന്നത് പോലും ഞാൻ പറയണായിട്ടില്ല. രമേശേട്ടനെ പഠിക്കാൻ ബുക്ക് എടുക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല എന്നാണ് പറയണത്. ഞാൻ എന്റെ കയ്യിൽ ഒട്ടിയിട്ടായിരുന്നു ബുക്ക്, 2 കയ്യിലും ഒരു ബുക്ക് വെച്ചിട്ട്. ഞാൻ അങ്ങനെ ഒന്നും ആയിരുന്നില്ല, എനിക്ക് അത്ര വലിയ സ്ട്രിക്റ്റ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. എനിക്ക് പഠിക്കായിരുന്ന ഈ ഒരു അരമണിക്കൂർ മിത്തൊരു നല്ല ടൈം പാസ്സായി. അപ്പൊ നമുക്ക് പോവാം ഇന്ന് രാത്രി. മിത്തു ഇന്ന് രാത്രി സിനിമ ഉണ്ടേ? അപ്പൊ ഓക്കെ, ഇനി 2 വീക്സും കൂടെ ഉള്ളൂ സിനിമയ്ക്ക്. സിനിമയ്ക്കല്ല, എക്സാമിനോ. കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. അത് കേട്ടിട്ട് കുട്ടിയിരിക്കണത് ഇറസ്പോൺസിബിൾ ആക്കും. അപ്പൊ ഈവനിങ് ആയപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇതാ ഇവിടെ ചെടി കണ്ടപ്പോൾ മിത്തുക്കുട്ടിക്ക് എന്തോ സ്കൂളിലെ പ്രൊജക്റ്റിന് 5 ലീവ്സും അതിൻ്റെ പേരും വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ എത്തിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ നോക്കണതിൻ്റെ ഇടയിൽ ചെടി കണ്ടൊരു ഭയങ്കര രസമല്ലേ. പക്ഷെ ഞാൻ പ്രത്യേകിച്ച് കാര്യമായി നോക്കാത്ത കാരണം ഒരു തുളസി ചെടി വാങ്ങാമെന്ന് വിചാരിച്ചു. ഒരു തുളസി അത് ഇട്ട് വെക്കാനൊരു എന്താ പറയുക പോട്ടും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തുളസിത്തറ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലിങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ ആകുമ്പോൾ തുളസിത്തറയിൽ വിളക്ക് വളർത്തും. ഇവിടെ പിന്നെ അതൊന്നുമില്ല, പക്ഷെ ബാൽക്കണിയിൽ വെക്കാനൊരു തുളസി ചെടി. ഏകാദശി എടുക്കുമ്പോഴാലേക്കും തുളസി ചെടി വേണമല്ലോ എന്ന്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഇനി അടുത്ത ഏകാദശിയുടെ മുന്നേ തുളസിയൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി വയ്ക്കാം. മിത്തുവിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടോ. മിത്തുവിൻ്റെ 5 ലീവ്സും കാര്യങ്ങളൊക്കെ കിട്ടി. എന്താ പൂക്കൾ, നമ്മുടെ അവിടെ പൂക്കൾ നല്ലോണം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നല്ല വെയിലുള്ള സ്ഥലമാണ്. പക്ഷേ ഇതൊക്കെ നോക്കണം, 2 ആഴ്ച നാട്ടിൽ പോണോടുകൂടി അതൊക്കെ നാശമാവും. അതുകൊണ്ട് വെറുതെ വാങ്ങി നശിപ്പിക്കുന്നില്ല. അപ്പം ഇന്നത്തെ ഡിന്നർ ഒരു ഹെൽത്തി നൂഡിൽസ് ആണ് കേട്ടോ. വേറെ ഒന്നല്ല, മിൽത്ത് കുറേ പറയണം നൂഡിൽസ് വേണം, പാസ്ത വേണം എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നൂഡിൽസ് ഒക്കെ നമുക്ക് കഴിക്കാമല്ലോ. അപ്പം ഇതൊരു മില്ലറ്റിൻ്റെ നൂഡിൽസ് ആണ് കണ്ടോ, നല്ല അടിപൊളി മില്ലറ്റ് ഹെൽത്തി നൂഡിൽസ് ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഫിഷ് ആയ കാരണം ഇപ്പോൾ രാത്രി നമ്മൾ ചിക്കനും സംഭവങ്ങളൊന്നും വാങ്ങണില്ല. അപ്പോൾ പനീർ വെച്ചിട്ട് ഇവിടെ പനീർ വാങ്ങിയിട്ടുണ്ട്. പനീറും പീനട്ട് ബട്ടറും ഇത് ഞാനൊരു ഇൻസ്റ്റാ റീൽസിൽ കണ്ട ഒരു ഇതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സംഭവം, അടിപൊളിയാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ അതിൽ കുറേ വെജിറ്റബിൾസും പനീറും ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ഇടാം, സോസും പീനട്ട് ബട്ടറിൻ്റെ സോസും, അതായത് ഫുൾ ഹൈ പ്രോട്ടീൻ നൂഡിൽസ് അടിപൊളി. ഇത് എന്നൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും സാറ്റർഡേ സൺഡേ പറഞ്ഞ ഒരു ഇങ്ങനത്തെ ഒരു വീക്കെൻഡ് ആണ്, വീക്കെൻഡ് മോഡിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണം, നൂഡിൽസ് പോലെ അങ്ങനെയൊക്കെ കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ ഒഴിവാക്കി എന്നും രാത്രി അങ്ങനത്തെ ഒന്നും കഴിക്കണം എന്നില്ല, എല്ലാം കഴിക്കാതുണ്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി മൈദയുടെ നൂഡിൽസിന് പകരം മില്ലറ്റിൻ്റെ നൂഡിൽസ് എടുക്കുക, പിന്നെ ഫ്രൈ ചെയ്യാതെ ചെയ്യുക, പിന്നെ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി പനീർ ചിക്കൻ പിന്നെ പീനട്ട് ബട്ടർ കൊണ്ട് സോസ് ഉണ്ടാക്കുക. അടിപൊളിയല്ലേ? പ്രോട്ടീൻ ഉണ്ട്, ഇതിനൊക്കെ പ്രോട്ടീൻ ഉണ്ട് എന്നൊക്കെ എണ്ണി നോക്കേണ്ടി വരും. പക്ഷെ ഹൈ പ്രോട്ടീൻ ആണ്. പനീറും ഉണ്ട്, മറ്റേ ഇതുണ്ട്,
പീനട്ട് ബട്ടറും ഉണ്ട്, എല്ലാം കൂടെ. അതിന്റെ സോസ് അടക്കം പീനട്ട് ബട്ടർ, മൈദയോ സംഭവങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ഞാനിപ്പോൾ ജിമ്മ് കഴിഞ്ഞ് വന്നേല്ലോ. രംഷേട്ടൻ ജിമ്മിലേക്കൊക്കെ പോയി വന്ന് പെട്ടെന്ന് ഇതാവും ഇത്. കാരണം ഇതുപോലെ മില്ലറ്റിന്റെ പാസ്ത ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, വളരെ പെട്ടെന്ന് 2-3 മിനിറ്റ് കൊണ്ട് അത് കുക്കാവും. ഇതാണ്, ഇത് ബ്ലിങ്കിറ്റിൽ കിട്ടും കേട്ടോ, ആമസോണിലും സെപ്റ്റോയിലൊക്കെ കിട്ടുമായിരിക്കും. സ്ലർപ്പ് ഫാം എന്ന് പറയുന്ന ഇതിൻ്റെയാണ്. ഞാൻ നൂഡിൽസ് ഇതിൽ തന്നെ മസാല പാക്കറ്റും ഉണ്ട് കണ്ടോ, ഇതുണ്ട്. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മുടെ ഹെൽത്തി പീനട്ട് പാസ്ത നൂഡിൽസ് റെഡിയായി. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ. ഇത് പോയിട്ടോ, നല്ല ചൂടുണ്ട്. കൊള്ളാൻ നിൽക്കണ്ട കേട്ടോ. എൻ്റെ റെസിപ്പി എന്തായാലും ഞാൻ കാണിക്കാം. നല്ല ടേസ്റ്റിൻ്റെ ആക്ച്വലി മില്ലറ്റ് കൊണ്ട് ഒരു ടേസ്റ്റ് കൂടുതൽ. എനിക്ക് മറ്റേ മൈദയുടെ നൂഡിൽസ് ഇഷ്ടമല്ല, ഇതിനൊരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ ഞാൻ തരാം, കഴിച്ചു. അടിപൊളി ടേസ്റ്റില്ലേ? നൂഡിൽസിനോടുള്ള ആ ഒരു വിരോധം അങ്ങോട്ട് മാറിയില്ലേ അല്ലേ? സംഭവം നല്ല ഹെൽത്തി ആട്ടോ. ഇത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ ഡയറ്റീഷ്യൻസും ന്യൂട്രീഷനിസ്റ്റിൻ്റെ ഒക്കെ റെസിപ്പീസ് ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര, ഇപ്പം ഞാൻ ഡയറ്റീഷ്യനോ ന്യൂട്രീഷനോ ഒന്നും അല്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെ നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കും എന്നല്ലാതെ ഒരു പ്രോപ്പർ ഇത്ര കാലറി എങ്ങനെ കഴിക്കാം എന്നൊക്കെയുള്ള ഇഷ്ടംപോലെ ഇൻസ്റ്റാ പേജുകൾ ഉണ്ടെങ്കിൽ ഒരാളുടെ എന്നല്ല, ഞാനിങ്ങനെ നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴേ പോപ്പപ്പ് ചെയ്യുക കൂടുതൽ അങ്ങനത്തെ റെസിപ്പീസ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാ ഫീഡിലൊക്കെ ഇപ്പോൾ കൂടുതൽ അങ്ങനത്തെ വന്നത്. അപ്പം അങ്ങനെ പലതും നോക്കുമ്പോൾ അല്ലേ നല്ല നമ്മൾ ഇരിക്കും പാസ്ത നൂഡിൽസ് ഒന്നും കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ഇപ്പോൾ എയർ ഫ്രയറിൽ തന്നെ എന്നും ചിക്കൻ 65 എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ടില്ലേ, ഇപ്പോൾ മില്ലറ്റിൻ്റെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പൊതുവെ എനിക്ക് മില്ലറ്റിൻ്റെ സംഭവങ്ങൾ ഇഷ്ടമാണ്, പാസ്തയും ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നോർമൽ മൈദയുടെ നൂഡിൽസ്, ഈ മാഗിയുടെ നൂഡിൽസ് ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഇഷ്ടമാവും, കാരണം എനിക്ക് അങ്ങനത്തെ നൂഡിൽസ് ഇഷ്ടമല്ല. അപ്പം പക്ഷെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹലോ, മുനികുമാരി പഠിത്തത്തിലാണ്. മുനികുമാരിയുടെ ഹോസ്റ്റൽ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പിയോട് കൂടി തൽക്കാലം ഞാനിവിടെ ഈ വ്ളോഗ് അവസാനിപ്പിക്കാനാ. പിന്നെ ഇത് രംഷേട്ടനുള്ളതാണ്, ഒന്ന് തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി കഴിക്കണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വീക്കെൻഡ് ഏതെങ്കിലും സിനിമ ഉണ്ടോ എന്ന് തപ്പി നോക്കിയിട്ട് നമുക്ക് സിനിമ കാണണം. അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ ഇന്നത്തെ വീക്കെൻഡ്. ഇവിടേക്ക് വൃത്തിയാക്കുക, മേലൊക്കെ കഴുകുക പരിപാടികൾ. തൽക്കാലം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ കേട്ടോ. ബൈ.